ഇനി നമ്മൾ പോകുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ഉണ്ണി മുകുന്ദൻ മാനേജറെ തല്ലി എന്നുള്ള ഒരു വാർത്തയാണ്. മാനേജർ നൽകിയ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഉണ്ണി മുകുന്ദൻ പരാതിക്കാരനെ അടിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായാണ് വിവരം. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നും ഇൻഫോ പാർക്ക് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഉണ്ണി മുകുന്ദനെതിരായ പരാതി ചർച്ച ചെയ്യാനൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. ജൂൺ 2-ന് അമ്മ ഓഫീസിൽ എത്താനാണ് ഉണ്ണി മുകുന്ദന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. പരാതിക്കാരൻ വിപിനെയും അന്നേ ദിവസം വിളിപ്പിക്കും. പ്രശ്നം ഉടൻ പരിഹരിക്കാനാണ് താരസംഘടനയായ അമ്മയുടെയും ഫെഫ്കയുടെയും തീരുമാനം. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇതിലിപ്പോൾ 2 ദിവസമായി ചർച്ചകൾ നിലനിൽക്കുകയാണ്. ഈ വിപിൻ പറയുന്ന പരാതിയൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ പലകുറി വ്യക്തമാക്കി കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും പറഞ്ഞു കഴിഞ്ഞു. സംഘടനകൾക്ക് മുമ്പിലും പറഞ്ഞു. പോലീസിനോടും ആ വിവരം തന്നെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ ഉയർത്തിക്കാട്ടിയിരുന്നത് ഈ CCTV ദൃശ്യങ്ങളാണ്. നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം, അത്തരത്തിൽ പരിശോധിച്ചാൽ ഞാൻ വിപിനെ തല്ലിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാകും, വിപിൻ പറയുന്നത് പൊള്ളയായ ആരോപണങ്ങളാണ് എന്നുള്ളത് വ്യക്തമാകുമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ ഉണ്ണി മുകുന്ദൻ തല്ലുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണോ ലഭ്യമാകുന്ന സൂചന? ആര്യ, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ, അതായത് വിപിൻ നൽകിയ പരാതിയിൽ അന്വേഷണ സംഘം വിപിന്റെ ഫ്ളാറ്റിലെത്തി. അതിൽ ആ പാർക്കിങ്ങിലാണ് അവിടെ ഒരു മർദ്ദനം നടന്നതെന്നാണ് വിപിൻ മൊഴി നൽകിയത്. പരാതിയിലും സൂചിപ്പിക്കുന്നത് അത്തരത്തിലാണ്. അത് പോലീസ് പരിശോധിച്ചപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് വിപിനും ഉണ്ണിമുകുന്ദനും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും പിന്നീട് ഉണ്ണിമുകുന്ദൻ വിപിനെ അടിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. ഒപ്പം ഈ അടിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി വിപിൻ കുതിറിയോടുന്നതും ആ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു. ആ കൂളിംഗ് ഗ്ലാസ് അതുകൊണ്ട് ഉണ്ണിമുകുന്ദനും സമ്മതിക്കുന്നുണ്ട്. വിപിൻ ധരിച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് അതൊരു നടൻ സമ്മാനമായി നൽകിയതാണ്. അതുൾപ്പെടെ തകർക്കുന്നതും CCTVയിൽ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാൻ അടിയന്തരമായി വിളിപ്പിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ഇതൊരു ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. വേണ്ട തെളിവുകളൊക്കെ ശേഖരിച്ചു എന്ന് മാത്രമാണ് അന്വേഷണ സംഘം വ്യക്തമാകുന്നത്. അത് ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. എങ്കിൽ പോലും ഒരു മുൻകൂർ ജാമ്യം തേടി ഉണ്ണിമുകുന്ദൻ ജില്ലാ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും ഉണ്ണിമുകുന്ദൻ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ആ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലായി ഉണ്ണിമുകുന്ദൻ ഈ പരാതിക്കാരനായ മുൻ മാനേജർ വിപിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. നവമി, നമുക്കറിയാം ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിപിനുമായി ബന്ധപ്പെട്ട കേസിൽ നമുക്ക് നോക്കിയാൽ അറിയാം, സിനിമാ മേഖലയിൽ നിന്നടക്കം വലിയൊരു പിന്തുണ ഉണ്ണി മുകുന്ദന് ലഭിക്കുന്നതായുണ്ട്. വിപിൻ അത്തരത്തിലൊരു മോശം സഹപ്രവർത്തകനായിരുന്നു എന്ന തരത്തിലും അതോടൊപ്പം ഉണ്ണി മുകുന്ദനിലേക്ക് എത്തേണ്ട പല സിനിമകളും ഇയാൾ തടയുകയുണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദന്റെ കരിയറിന് പോലും തടസ്സമായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒപ്പമുണ്ടായിരുന്ന വിപിൻ എന്ന തരത്തിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പല യുവ സംവിധായകരും ഒക്കെ രംഗത്തേക്ക് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അത്തരത്തിൽ പൊതുവെ ഉണ്ണി മുകുന്ദന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ അമ്മ, ഫെഫ്ക, ഈ 2 സംഘടനകളും ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതലായി ഉണ്ണി മുകുന്ദന് അനുകൂലമായ ഒരു നിലപാടായിരിക്കുമോ ഈ സംഘടനകളിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്? ആര്യ, തുടക്കം മുതൽ തന്നെ ഉണ്ണിമുകുന്ദൻ പറയുന്നതും ഇതേ കാര്യമാണ്. കാരണം തന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി 5 വർഷത്തിലേറെയായി ഇവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഒരു മാനേജറെ പോലെയല്ല, ഒരു ഉറ്റ സുഹൃത്തിനെ പോലെയാണ് ഉണ്ണിമുകുന്ദൻ വിപിനെ കൊണ്ടു നടന്നത്. ആ തന്റെ സുഹൃത്ത് തനിക്ക് നേരെ തിരിയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ കുറിച്ച് ഇത്തരത്തിൽ മോശമായി പരാമർശം നടത്തുന്നു, തന്റെ സഹപ്രവർത്തകരോട് തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ
പറയുന്നു. തന്നെ പല സിനിമകളിൽ മുടങ്ങാൻ കാരണം ബിബിനാണെന്ന് ആവർത്തിച്ച് ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട്. പക്ഷെ ബിബിൻ ചോദിക്കുന്നത്, തനിക്ക് ഉണ്ണിമുകുന്ദന്റെ മാനേജറായി നിൽക്കുന്ന തനിക്ക് ഒരു സാലറി എല്ലാ മാസവും പേയ്മെന്റ് നൽകുന്ന ഒരു സ്റ്റാഫ് അല്ല താൻ, തന്റെ സുഹൃത്തായി നിൽക്കുന്ന വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ. അത്രയും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ണിമുകുന്ദനോടൊപ്പം നിന്നിട്ട് പിന്നെ എന്തിനാണ് താൻ ഉണ്ണിമുകുന്ദന്റെ സിനിമകൾ മുടക്കുന്നത്? മറ്റൊരു തരത്തിൽ തനിക്കും തന്റെ PR കമ്പനിക്കും ഒക്കെ ഗുണകരമല്ലേ ഉണ്ണിമുകുന്ദൻ സിനിമ ചെയ്യുമ്പോൾ അതുമായിട്ടുള്ള പ്രൊമോഷനും ആ രീതിയിലൊക്കെ തനിക്ക് വലിയ രീതിയിൽ ഒരു നേട്ടം ഉണ്ടാകാം. പക്ഷെ ആ ഒരു രീതി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉണ്ണിമുകുന്ദന്റെ സിനിമകൾ താൻ മുടക്കുന്നത്? ഇതെല്ലാം ഇത്തരത്തിൽ പറയുന്ന ഉണ്ണിമുകുന്ദൻ രക്ഷപ്പെടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ തന്നെ കുറ്റക്കാരനാക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നതെന്നാണ് ബിബിൻ ആവർത്തിക്കുന്നത്. ഒപ്പം സിനിമാ മേഖലയിലുള്ളവർക്ക് ഉണ്ണിമുകുന്ദന്റെ സ്വഭാവം അറിയാം, ഉണ്ണിമുകുന്ദൻ എങ്ങനെയാണ് ആളുകളോട് പ്രതികരിക്കുന്നതെന്നറിയാം. ഈ ഏറ്റവും ഒടുവിൽ ഉണ്ണിമുകുന്ദൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയിൽ നിന്നും ഗോകുലം ഗ്രൂപ്പ് പിന്മാറിയതും ഉണ്ണിമുകുന്ദന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണെന്ന് കൂടി ബിബിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഉണ്ണിമുകുന്ദന്റെ ഈ മാർക്കോ സിനിമയുടെ വിജയത്തിന് ശേഷം ഉണ്ണിമുകുന്ദന് മറ്റ് ഹിറ്റുകളൊന്നും ലഭിച്ചിട്ടിരുന്നില്ല. ഗെറ്റ് സെറ്റ് ബേബിയുടെ സെറ്റുകളിൽ നിന്ന് പോലും അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷന്റെ ഭാഗമായി പോലും ഉണ്ണിമുകുന്ദൻ കൃത്യമായി പങ്കെടുത്തിരുന്നില്ല. ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴൊക്കെ ഒപ്പം നിന്ന ആള് കൂടിയാണ് ബിബിൻ എന്ന താൻ. പക്ഷേ എന്നിട്ട് എന്തിനാണ് ഉണ്ണിമുകുന്ദൻ ഇത്തരത്തിലൊരു പെരുമാറ്റം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഉണ്ണിമുകുന്ദന്റെ ഫ്രസ്ട്രേഷൻ അത് കൂടെയുള്ള അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ സ്റ്റാഫിനോട് തീർക്കുന്ന കണക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ബിബിൻ തുടക്കം മുതൽ തന്നെ ആവർത്തിക്കുന്നത്. ഫെഫ്കയിലെ അംഗം കൂടിയായ ബിബിൻ ഇതിനെ തുടർന്നാണ് ഫെഫ്കയ്ക്കും ഒപ്പം അമ്മയ്ക്കും പരാതി നൽകിയത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് രണ്ട് സംഘടനകളും കണക്കാക്കുന്നത്. അതുകൊണ്ട് അടുത്ത മാസം 2-ാം തീയതി അമ്മയുടെ ഓഫീസിലേക്ക് ഇരുവരെയും വിളിച്ചിട്ടുണ്ട്. ഇത് അവരിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ട് ഇവർക്കിടയിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് താരസംഘടനയായ അമ്മയും ഫെഫ്കയും തീരുമാനിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദനോട് ഫോണിൽ സംസാരിച്ചു, ഉണ്ണിമുകുന്ദന്റെ ഭാഗം കേട്ടു, ബിബിനോടും സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇരുവരെയും ഒരിക്കൽ കൂടി അമ്മയുടെ ഓഫീസിലേക്ക് കലൂരുള്ള ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഫെഫ്ക അംഗങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു ചർച്ച, ആ ചർച്ചയ്ക്ക് ശേഷം ഇത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന്. കാരണം ഈ സിനിമാ മേഖലയിലെ മുഴുവൻ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇത് രണ്ടുപേരും സംഘടനകളുടെ ഭാഗമായ വ്യക്തികൾ കൂടി ആയതുകൊണ്ട് തന്നെ ഇത് രമ്യമായി പരിഹരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് സംഘടനകളുടെയും എതിരഭിപ്രായമൊന്നും. അതെ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ വിപിൻ മാധ്യമങ്ങളെ കാണാൻ എത്തുമ്പോൾ പോലും ഈ നരിവേട്ട സിനിമയുടെ സംവിധായകൻ അനുരാജ് മനോഹറിനെയൊക്കെ വിപിന്റെ കൂടെ കാണുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ നരിവേട്ട സിനിമ ടൊവിനോ തോമസ് ചിത്രമാണ്. അത് മികച്ച രീതിയിൽ തിയേറ്ററിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. ചിത്രം മികച്ചതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയ ഉണ്ണി മുകുന്ദൻ തല്ലി എന്നുള്ളതാണ് വിപിന്റെ ആദ്യമായി ഉയർത്തിയ പരാതി. പ്രശ്നങ്ങളുടെ തുടക്കം തന്നെ അവിടെയാണ്. അപ്പോൾ ഈ താരങ്ങൾക്കിടയിൽ ഇതൊരു വലിയ അസ്വാരസ്യത്തിന് ഇടയാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ നരിവേട്ട ടീം ഫുള്ളായി വിപിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുണ്ടോ? അപ്പോൾ ഈ ഉണ്ണി മുകുന്ദനെതിരെ ഒരു പക്ഷം തിരിയുന്ന ഒരു സാഹചര്യം അങ്ങനെയുണ്ടോ? ഇപ്പോൾ ടൊവിനോ തോമസും നമുക്കറിയാം ഇവരെല്ലാം യുവനിരയിലുള്ള പ്രമുഖരാണ്. ഇവരെല്ലാം തമ്മിലൊരു സൗഹൃദമൊക്കെ പൊതുവേ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. അതിനപ്പുറം ഈ വിഷയം അവർക്കിടയിലൊക്കെ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടവെച്ചിട്ടുണ്ടോ? അരിയ ഈ ഒരു പരാതി അല്ലെങ്കിൽ വിപിൻ നൽകുന്ന പരാതിയുടെ തുടക്കം ഉണ്ണിമുകുന്ദൻ സിനിമ നരിവേട്ടയെക്കുറിച്ച് ടൊവിനോ തോമസ് നായകനായ ചിത്രം നരിവേട്ടയെക്കുറിച്ച് താൻ പ്രശംസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്നാണ് ഉണ്ണിമുകുന്ദൻ തന്റെ ഫ്ളാറ്റിലെത്തി തന്നെ ആക്രമിച്ചതെന്നാണ് പരാതിയിലുള്ളത്. ഒപ്പം ഈ ടൊവിനോ തോമസ് തന്നെ സമ്മാനമായി നൽകിയ കൂളിംഗ് ഗ്ലാസും ഉണ്ണിമുകുന്ദൻ അത് എറിഞ്ഞു പൊട്ടിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. തുടക്കത്തിൽ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ചിലപ്പോൾ ഒരു സിനിമ ഹിറ്റായി അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ സിനിമ ഹിറ്റായപ്പോൾ സ്വാഭാവികമായും ടൊവിനോയുടെ സിനിമ ഹിറ്റായപ്പോൾ സ്വാഭാവികമായും ഉണ്ണിമുകുന്ദന് ഒരു വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടാകും. അല്ലെങ്കിൽ സ്വന്തം മാനേജർ മറ്റൊരു സിനിമയുടെ കുറിച്ച് പ്രശംസിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യത്തിന്റെ പുറത്തായിരിക്കും ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ചെയ്തതെന്നായിരുന്നു തുടക്കത്തിൽ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ഇത് ഇവർ തമ്മിൽ കുറച്ചധികം നാളുകളായി നിലനിന്നിരുന്ന ഒരു വൈരാഗ്യമാണ്.
ആ വൈരാഗ്യത്തിനെ പിന്തുടർന്ന് തന്നെയാണ് ഇതും സംഭവിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഉണ്ണിമുകുന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ ഇതിലൊരു വിശദീകരണം ഇട്ടിരുന്നു. അതിൽ ടൊവിനോയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതായും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള ടൊവിനോ തോമസുമായിട്ടുള്ള ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഉണ്ണിമുകുന്ദൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മോഹൻലാലിന്റെ സ്റ്റിക്കറൊക്കെ അയച്ച് വളരെ സൗഹാർദ്ദപരമായി തന്നെ അവരിപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ആ സ്ക്രീൻഷോട്ട് കൂടി ഇട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായത്. എന്തായാലും ഇവർക്കിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ടൊവിനോയുടെയും ചില ചിത്രങ്ങൾ കൂടി PR വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ബിബിൻ. അങ്ങനെ സിനിമാ മേഖലയിൽ ടൊവിനോ തോമസിനും പൃഥ്വിരാജിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ബിബിൻ. ഉണ്ണിമുകുന്ദന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് ഇവർക്ക് വ്യക്തിപരമായി ഇവർക്കിടയിൽ ടൊവിനോ ആയിക്കോട്ടെ ഉണ്ണിമുകുന്ദൻ ആയിക്കോട്ടെ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വെക്കുന്നത്. ബിബിനും പറയുന്നത് തനിക്കുള്ള പ്രശ്നം, അതായത് ഉണ്ണിമുകുന്ദന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് സഹപ്രവർത്തകരോടൊപ്പമാണ്, അതിനി അനുവദിക്കില്ല എന്നുകൂടിയാണ് ബിബിൻ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും നവമി ദിനേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഉണ്ണിമുകുന്ദൻ പറഞ്ഞതുപോലെ അദ്ദേഹം അടിച്ചിട്ടില്ല, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം എന്നുള്ളതായിരുന്നു വെല്ലുവിളി. പക്ഷെ അത് പൊളിയുന്നു എന്നുള്ളതാണ്. പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള CCTVയിൽ വിപിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.